പ്രാവശ്യം ശ്രീ കോളേജിൽ ചെല്ലുമ്പോൾ MA കോളേജിൽ കോതമംഗലത്തായിരുന്നു ചേട്ടൻ പഠിച്ചത്. അപ്പോൾ ചേട്ടൻ അവിടുത്തെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടെ എല്ലാവരും ഇങ്ങനെ cheer ചെയ്യണു, ലേഡീസൊക്കെ പെൺകുട്ടികളൊക്കെ. അപ്പോൾ അങ്ങനെ അത് ശരി, അപ്പം ക്രിക്കറ്റ് കളിച്ച എല്ലാവരും. അങ്ങനെ തുടങ്ങിയതാണോ? അപ്പോൾ അവരെന്താ അത് സുമി എന്നെ അറിയില്ല. സുമി ടോപ്സ് ഓഫ് ദി ഡേ. ഇത് പറയത്തിരി പോടും ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഗസ്റ്റ് ആരാണെന്ന് അറിയാലോ, നമ്മുടെ നിവി ചേച്ചി, എന്റെ സ്വന്തം നിവി ചേച്ചി. ചേച്ചി നമ്മൾ മഴയൊക്കെ നനഞ്ഞാണ് വന്നത് കേട്ടോ. പുറത്ത് നല്ല അടിപൊളി ഇടിവെട്ട് മഴയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാസ്താമംഗലത്തുള്ള MI എസ്റ്റിലോ സലൂൺ ആൻഡ് സ്പായിലാണ് നിൽക്കുന്നത്. എനിക്കും ചേച്ചിക്കും കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്യാനുണ്ട്. അതിൻ്റെ ഇടയിൽ ചേച്ചിയുടെ കുറച്ച് വിശേഷം കൂടെ നമുക്കറിയാം അല്ലേ ചേച്ചി? തീർച്ചയായും. അപ്പോൾ ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ നമുക്കിന്ന് കേട്ടറിയാം. ചേച്ചി എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? ചേച്ചി ഇപ്പോൾ ഏതൊക്കെ സീരിയലാണ് ചെയ്യുന്നത്, ഏതൊക്കെ ചാനലിലാണ്, സീരിയലിൻ്റെയൊക്കെ പേരുകൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ പുതിയതായിട്ട് കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പം തുടങ്ങി സാന്ത്വനം 2 ഏഷ്യാനെറ്റിൽ, പിന്നെ സൂര്യ TV ഹൃദയം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പിന്നെ സ്വയംവരം മഴവിൽ മനോരമയിൽ അത് ചെയ്തുകൊണ്ട്, പിന്നെ കുടുംബശ്രീ ശാരദ കേരളത്തിൽ. അതിലിപ്പം എൻ്റെ ക്യാരക്ടർ ഒരു അവതാളാവസ്ഥയിലാണ്. എനിക്കറിഞ്ഞുകൂടാ, 6 വർഷം കഴിഞ്ഞിട്ടുള്ള കണ്ട കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 4 സീരിയലും കൂടെ എങ്ങനെ ഡേറ്റ് ഒക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പറ്റുമോ? ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ക്യാരക്ടറുകൾ ഒരുപോലത്തെ ക്യാരക്ടറുകളാണോ അതിൽ? അല്ല, എല്ലാത്തിലും വേറെ വേറെ. മറന്നുപോയില്ലേ ഇപ്പൊ ഈ ലൊക്കേഷനിൽ വന്നിട്ട് ആ ലൊക്കേഷനിൽ പോയി വേറെ അഭിനയിക്കത്തില്ലേ? അങ്ങനെ ക്യാരക്ടർ മാറിപ്പോയിട്ട് ഇല്ല. കോസ്റ്റ്യൂം ഒക്കെ മാറി കൊണ്ടുപോകാറുണ്ടോ? അങ്ങനെ ഇല്ല, അത് ഞാൻ വേറെ വേറെ സെപ്പറേറ്റ്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് ഇപ്പം ഞാൻ ഓരോന്നിനും ഓരോ പെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ചേച്ചി ഇവിടെയാണോ, ട്രിവാൻഡ്രത്താണോ സ്റ്റേ ചെയ്യുന്നത്? എനിക്കറിയാം, എൻ്റെ ഓഡിയൻസിന് വേണ്ടിയാണ്. അല്ലല്ല, ഞാൻ ട്രിവാൻഡ്രത്തല്ല, ഞാൻ ബാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത്. ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? ഫാമിലിയിൽ ഹസ്ബൻഡുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, 3 പേരുണ്ട്. ഓക്കെ. അവരെന്ത് ചെയ്യണു? മൂത്ത ആളിപ്പോൾ ഗൂഗിളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇളയാള് ഇടയ്ക്കുള്ള മോളാണ്. 2 ആണും 1 പെണ്ണുമാണ്. ഇളയ മോള് ഇപ്പം മോർഗൻ സ്റ്റാൻഡിൽ വർക്ക് ചെയ്യണു. ഇളയ മോനിപ്പോൾ 12th പഠിക്കുന്നു, ജെയിൻ കോളേജിൽ. ഹസ്ബൻഡ് ഇങ്ങോട്ട് വരാറുണ്ട് ഇടയ്ക്ക്? ഇങ്ങോട്ട് നമ്മുടെ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ഇടയ്ക്ക് വരും. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഇങ്ങനെ ആർമിയിലൊക്കെ ആയിരുന്നോണ്ട് പുള്ളിക്കാരൻ അങ്ങനെ ഒരിടത്ത് അങ്ങനെ ഇങ്ങനെ ഇരിക്കാനൊന്നും താല്പര്യമില്ലാത്ത ആളാണ്. അതുകൊണ്ട് 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുതലൊന്നും നമ്മുടെ സെറ്റിൽ വന്നായിരിക്കില്ല, ഓടും. അപ്പോൾ ചേച്ചിക്ക് അവിടെ ബാംഗ്ലൂരാണോ ഇഷ്ടം, ഇവിടെയാണോ, ട്രിവാൻഡ്രം ആണോ ഇഷ്ടം? അയ്യോ, എത്ര വന്നാലും നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരാണോ ഇഷ്ടം? അങ്ങനെയല്ല, കേരളത്തിൽ വരുമ്പോൾ ഉള്ള ഒരു സന്തോഷവും സുഖവും, അതിപ്പോ ബാംഗ്ലൂർ ആണെങ്കിലും മലയാളികളെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷവും സുഖവും ഒന്ന് വേറെയാണ് തീർച്ചയായിട്ടും. അപ്പോ ഇനിയിപ്പോ പുതിയ ഏതെങ്കിലും പ്രോജക്റ്റ് ഉണ്ടോ? അതല്ല, നമുക്ക് വീട്ടിൽ പോണ്ടേ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പുതിയ വിശേഷം ഇതൊക്കെ തന്നെ വിശേഷം. എന്ത് വിശേഷം? നമുക്ക് ഇപ്പം എൻ്റെ മോൻ്റെ കല്യാണമാണ്. മൂത്ത മോൻ ഇപ്പം അടുത്ത ജൂണിലേക്കാണ് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത്, ഗുരുവായൂർ വെച്ചിട്ട്. അതാണ് എല്ലാം ഫിക്സ് ചെയ്തു. അവിടെ ബാംഗ്ലൂർ തന്നെയാണ്, ഇഷ്ടപ്പെട്ടതാണ്. ഈ സഹോദരങ്ങളുടെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്? സഹോദരങ്ങള് ഞങ്ങൾ 4 പേരാണ് കേട്ടോ. ഞാൻ എറണാകുളത്താണ്, ശരിക്കും കോതമംഗലംകാരിയാണ്. അച്ഛൻ്റെ തറവാടൊക്കെ കോതമംഗലമാണ്, അമ്മയുടെ കാക്കൂരാണ്. ഞങ്ങൾ വളർന്നതൊക്കെ അവിടെയാണ്. പിന്നെ അച്ഛൻ LICയിലായിരുന്നു ബ്രാഞ്ച് മാനേജർ, റിട്ടയർഡായി. അമ്മ ട്രഷറി ഓഫീസറായിരുന്നു, റിട്ടയർഡായി. എൻ്റെ അനിയൻ അറിയാമല്ലോ, ശ്രീശാന്ത്. അതിന് വേണ്ടിയാണ് ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. പിന്നെ ഞങ്ങൾ 4 പേരാണ്, 2 ആണും 2 പെണ്ണുമാണ്. അപ്പോൾ മൂത്തത് ചേട്ടനാണ്, രണ്ടാമത്തെ ഞാൻ. അനിയത്തിയുടെ ഹസ്ബൻഡാണ് മധു ബാലകൃഷ്ണൻ. എല്ലാവരും കേട്ടുള്ളത്, അനിയത്തിയുടെ ഹസ്ബൻഡാണ് മധു ബാലകൃഷ്ണൻ. പിന്നെ അനിയനാണ് നമ്മുടെ സ്വന്തം ശ്രീശാന്ത്. പിന്നെ ചേട്ടന്റെ മോളും ഇപ്പൊ ഇൻഡസ്ട്രിയിൽ, മീൻസ് മൂത്തോനിലെ നിവിൻ പോളിയുടെ സിസ്റ്ററായിട്ട് അഭിനയിച്ചില്ലേ, മുല്ലയായിട്ട്, അതാണ് എന്റെ ചേട്ടന്റെ മോള് സഞ്ജന ദീപു. അപ്പൊ നിങ്ങൾ കുടുംബപരമായിട്ട് ഈ ഫീൽഡ് ആണ്?
കുടുംബപരമായിട്ട് ഈ ഫീൽഡാണോ എന്ന് വെച്ചാൽ ഞാനായിട്ട് ആദ്യം വന്നത്. ഡാൻസ് ഒക്കെ എന്തോ ചെയ്യുന്നു, റീൽസ് ഒക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡാൻസിനെ പറ്റിയൊക്കെ എന്താണ്, കുട്ടിക്കാലത്ത് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ട്. ഉണ്ട്. എവിടെയാണ്? അതൊരു ഞാൻ കലാമണ്ഡലം സുമി ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, കലാമണ്ഡലം ചന്ദ്രിക ടീച്ചറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, കലാമണ്ഡലം ഗോപിനാഥ് സാറിൻ്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. കണ്ടിന്യൂ ചെയ്തില്ല? കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇത്തിരി ഇപ്പോൾ ഉള്ള അമ്മയല്ല അന്നേ. അമ്മ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓർത്തഡോക്സ് മൈൻഡ് ഒക്കെ ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ഒതുങ്ങി ഒരു ഫാമിലി അങ്ങനെയുള്ളൊരു ഒരു ഒരു മെന്റാലിറ്റി അങ്ങനെ ഉണ്ടല്ലോ പണ്ടുള്ള ആൾക്കാർക്കൊക്കെ. ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പേടിയാണ്, ഡാൻസ് കളിച്ച് നടക്കുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി, ലൈഫുണ്ടോ. ഇപ്പോഴല്ലേ മാറിയത് കുറച്ച്. ഇപ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, കുട്ടികൾക്ക് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ചോയ്സ് ഉണ്ട്. നമുക്കന്ന് ചോയ്സ് ഇല്ല. ഒന്നെങ്കിൽ ഡോക്ടർ, അല്ലെങ്കിൽ എഞ്ചിനീയർ, അല്ലെങ്കിൽ അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ ഒരു പ്രൊഫസർ, ടീച്ചർ, ഇതിനപ്പുറത്തേക്ക് ഒരു ബാങ്കിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബ് ചെയ്യുക എന്നല്ലാണ്ട് നമുക്ക് വേറെ ജോബ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് നെറ്റി ചുളുക്കും. അതാണ് അവസ്ഥ. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു ഡാൻസർ ആവുക, അല്ലെങ്കിൽ ഒരു ഡാൻസ് ചെയ്യുന്നവരെന്ന് അന്നത്തെ കാലത്ത് അവർക്ക് എത്ര ദഹിക്കില്ലായിരുന്നു. റീസെന്റ് അമ്മ എന്താണ് പറയുന്നത്? ടിവിയിൽ മോളെ കാണുമ്പോ എന്താണ് പറയുന്നത്? അമ്മ കാണാനുണ്ടോന്ന് എനിക്ക് ഡൗട്ടാ. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു ഈ ഫീൽഡ്. ഇപ്പൊ കുഴപ്പമില്ല, അന്ന് ഒട്ടും താല്പര്യമില്ല. അച്ഛൻ ഭയങ്കര സപ്പോർട്ട് ചെയ്യുമായിരുന്നു അന്ന്. ഹസ്ബൻഡും കുട്ടികളൊക്കെ അവർക്കൊന്നും കുഴപ്പമില്ല. അതുകൊണ്ടാണുള്ള ധൈര്യം. അമ്മയ്ക്ക് മാത്രം എപ്പോഴും ഒരു ഇത്തിരി മകളല്ലേ, അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു അമ്മ കുറച്ചും കൂടി ഇത്തിരി നമ്മുടെ പെൺകുട്ടികളെ വീട്ടിൽ ഇരിക്കണം, കുട്ടികളെ നോക്കണം, ഫാമിലി മതി, അങ്ങനെയൊക്കെ ഉള്ളൊരു ടൈപ്പാണ്. ചേച്ചിയുടെ മകളുടെ കാര്യത്തിൽ എങ്ങനെയാണ്? മകളുടെ കാര്യത്തിലായിരിക്കോ അതോ മോൾക്ക് ഉള്ള ഫ്രീഡം കൊടുക്കോ? കല്യാണം കഴിപ്പിച്ച് കുട്ടികളുമായിട്ട് അങ്ങനെ ഒഴിഞ്ഞു മാറി പോണോ? എങ്ങനെയാണ്? സ്വസ്ഥമായിട്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. ജോലി ഉണ്ടല്ലോ, ഇപ്പൊ മോർഗൻ സ്റ്റാൻലി ജോലി ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ മാരേജും അങ്ങനെയുള്ള ഒരാളെയല്ലേ കല്യാണം കഴിപ്പിക്കുള്ളൂ? ആഫ്റ്റർ എങ്ങനെ മനസ്സിലായില്ല? മോളുടെ മാരേജിനും നമ്മൾ ഒരാളെ കണ്ടെത്തുമ്പോ ആ ആള് എങ്ങനെയുള്ള ആളായിരിക്കണം? മോളെ കണ്ടിന്യൂസ് ആയിട്ട് തീർച്ചയായിട്ടും മോളും അങ്ങനെ എപ്പോഴും ഞാൻ പറയും പെൺകുട്ടികൾ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കണം. അല്ല പെട്ടെന്ന് വയസ്സായി പോവും. ഇപ്പൊ ഞാൻ കുറെ വർഷത്തോളം, കാരണം ഞാൻ പറയാൻ കാരണമുണ്ട്, ഞാൻ കുറെ വർഷത്തോളം ഞാൻ നിർത്തിയിരുന്നു. എന്റെ ഇളയ മോനായപ്പോ ഞാനൊരു ബ്രേക്ക് എടുത്തിരുന്നു. അപ്പം ഞാൻ ബഹ്റിനിൽ RJ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു, ബഹ്റിനിലായിരുന്നു. അപ്പം റേഡിയോയിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പം ജോയി ആലുക്കാസിൻ്റെ സ്പോൺസർ പ്രോഗ്രാം ആയിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. പിന്നെ എനിക്ക് അഭിനയിച്ചില്ല ഞാൻ, കാരണം മൂന്ന് പിള്ളേരും സ്റ്റേജിൽ. ഇടയ്ക്ക് ചേച്ചി സിനിമകളിലൊക്കെ നല്ല തിളങ്ങി നിന്ന സമയം ഉണ്ടായിരുന്നു, പിന്നെ ഇടയ്ക്ക് കാണാണ്ടായി. സിനിമകൾ എന്താ കണ്ടിന്യൂ ചെയ്യാത്ത? എന്താ സിനിമ ഇതാണ്, ഞാൻ അവിടെ വെച്ചങ്ങ് നിന്ന് കഴിഞ്ഞ് പിന്നെ ലൈഫിൽ ഓരോരോ പ്രതിസന്ധികൾ ഒരു കാലഘട്ടമായിരുന്നു. ഞാൻ കുട്ടികളെ വളർത്തണം, കുട്ടികൾ മൂന്ന് ഇത്, അപ്പോൾ വീട്ടിലാണെങ്കിലും പല പ്രശ്നങ്ങളും. ഏതെങ്കിലും സിനിമകളിൽ ക്യാരക്ടർ വന്നിട്ട് ചേച്ചിക്ക് ചെയ്യാൻ പറ്റാണ്ട് ആ ക്യാരക്ടർ TV-യിൽ ആ ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി ഏതെങ്കിലും ഉണ്ടോ? ഞാന് സങ്കടമായിട്ടുള്ള അങ്ങനെയല്ല, അതിപ്പം ഉണ്ടായിരുന്നു. കാരണം മാമ്പഴക്കാലം ചെയ്തിട്ട് പിന്നെ ഞാൻ ജോഷി സാറിന്റെ അടുത്ത് തന്നെ നരനിൽ വിളിച്ചു. അപ്പം നരനിൽ വിളിച്ചു കഴിഞ്ഞപ്പം ഞാൻ പ്രഗ്നൻ്റ് ഓൾറെഡി, ഞാൻ എൻ്റെ മോനെ പ്രഗ്നൻ്റ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എനിക്കിങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് എന്ന് പറഞ്ഞു. ഏത് ക്യാരക്ടർ? ഞാൻ അതിനകത്ത് മറ്റേ ലാലേട്ടൻ താമസിക്കുന്ന വീടുണ്ടല്ലോ, എന്താ ഇപ്പോൾ അപ്പൊ ആ ക്യാരക്ടറാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇത്തിരി ഒന്ന് മടിച്ചു, കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടർ എനിക്ക് ചേരുവോ എന്നുള്ളൊരു ഡൗട്ട്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ ഓൾറെഡി പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് ചെയ്യാനൊരു മടിയായിട്ട് സ്ക്രീനിൽ കണ്ടപ്പോ നന്നായി, സോന നന്നായി ചെയ്തിട്ടുണ്ട്. നന്നായി ചെയ്തിട്ടുണ്ട്. ചെയ്യാൻ പറ്റിയില്ല എന്നല്ല, ചെയ്തത് നല്ലൊരാളായതുകൊണ്ട് ഐ എം ഹാപ്പി. ഇനിയിപ്പോ എന്തെങ്കിലും ക്യാരക്ടറിൽ ചെയ്യാനുള്ള എന്തെങ്കിലും ക്യാരക്ടർ വേണം, എനിക്ക് ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളായിരുന്നുണ്ടായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഞാൻ ഇന്നേ വരെ ഞാനിങ്ങനെ പുരാണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഐതിഹ്യങ്ങളും പുരാണങ്ങളും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. പുരാണം പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യമുണ്ട്, ഒന്ന് തിരിഞ്ഞു കാണിച്ചു കണ്ടോ ഗൈസ്?
ഇതെന്താണ് ഗൈസ് കണ്ടോ? ഇനി അച്ഛൻ കണ്ടോ? ഒന്നും സൂം ചെയ്തൊന്ന് കാണിച്ചു കണ്ടോ? പുരാണത്തിന് പറ്റിയ ആള് തന്നെയാണ്. ഓക്കെ, ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? ശീലായി. അപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പാർലറിൽ വന്നിരിക്കുന്നത്, ഇവിടെ എന്തെങ്കിലും ചെയ്യാനാണോ വന്നിരിക്കുന്നത്? ഇവിടെ എന്താ ചെയ്യണ്ടേ? ഇവിടെ എന്താ ഇപ്പൊ ചെയ്യാൻ നോക്കാം. എന്താ ചെയ്യാനാ? ഇവിടെ വന്നപ്പോ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. ഇവിടെ നെയിൽ ആർട്ട് ഉണ്ട്, ഹൈഡ്ര ഉണ്ട്, ഇവിടെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കുറേ ട്രീറ്റ്മെന്റുകളുണ്ട്. നമ്മളെന്തായാലും ഈ ഷൂട്ടിന് ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ പോകത്തുള്ളൂ അല്ലേ? ഹെയറിന് ചേച്ചി വല്ലതും ചെയ്യുന്നുണ്ടോ? ഇപ്പൊ വേണ്ട. എന്തെങ്കിലും സ്പെഷ്യൽ ഓയിൽ എന്തെങ്കിലും തേക്കുന്നുണ്ടോ? ഞാൻ സാധാരണ ഞാനിങ്ങനെ തിങ്കൾ, ബുധൻ, ശനി അങ്ങനെയുള്ള ദിവസങ്ങളിൽ എണ്ണ തേക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ തേക്കാറില്ല. ഓഡിയൻസിനോട് പറയാം, അതൊരു ടിപ്സുകളാണ് അതൊക്കെ. കൂടുതലും എള്ളെണ്ണകൾ എന്ന് പറഞ്ഞാൽ എള്ളെണ്ണയില്ലേ, എള്ളെണ്ണ ആട്ടിയതാണ് തേക്കുക കൂടുതലും. സീക്രട്ടുകളാണ് ഗൈസ്. അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാറുണ്ട്, അത് കൂട്ടിയാണ് തേക്കുക. അത് പറയില്ല, അത് പറയണേന് കുഴപ്പമൊന്നുമില്ല. അത് കരിഞ്ചീരകം ഇല്ലേ, കുറച്ച് കരിഞ്ചീരകം, ഉലുവ, കറിവേപ്പില, കുറച്ച് ഈ അലുവീര കട്ട് ചെയ്തിട്ട് അതിനകത്തിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി രാത്രി ഊറാൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഊറാൻ വെച്ചിട്ട് അത് ഈ ഇരുമ്പിന്റെ ചട്ടിയിൽ വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണ്, അയണും കൂടിയാണ്. അപ്പോൾ എണ്ണയുടെ ഒക്കെ വേറൊരു പാറ്റേൺ. അപ്പോൾ നെക്സ്റ്റ് ഡേ അത് എടുത്ത് ഇതിനകത്ത് കുപ്പിയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് പിന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടോ ഹെയർ? കുടുംബപരമായിട്ട് അമ്മയ്ക്കൊക്കെ നല്ല ചുരുണ്ട മുടിയാണ്. അമ്മയ്ക്കും ഉണ്ടായിരുന്നു മുടി, പക്ഷെ അമ്മ ഓഫീസിൽ പോകണോണ്ട് ഇരിക്കുമ്പോഴൊക്കെ ഇവിടെ വെള്ളമാവെന്ന് പറഞ്ഞ് എപ്പോഴും ഇവിടെ വെച്ചിട്ട് വെട്ടിയിടുമായിരുന്നു. അനിയത്തിയും മുടി ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. അവളും അങ്ങനെ വളർത്തില്ല അങ്ങനെ. ഫ്രണ്ട്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഫ്രണ്ട് സർക്കിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ട് സർക്കിള് എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. ഓക്കെ, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ്. എല്ലാവരും ഫ്രണ്ട്സ് ആണെന്ന് എനിക്കറിയാം. ബെസ്റ്റ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? ഫ്രണ്ട്ഷിപ്പിൽ വിശ്വസിക്കുന്നുണ്ടോ? അത് ഫസ്റ്റ് പറഞ്ഞു. ഫ്രണ്ട്ഷിപ്പിൽ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് ബെസ്റ്റ് ആവാൻ പേടിയാ. അങ്ങനെ ബെസ്റ്റ് ആയിട്ട് ആരും. ഇത് വല്ലാത്തൊരു ആൻസർ ആയി പോയി കേട്ടോ, രണ്ടും കേട്ട ഒരു ആൻസർ ആയി പോയി. എനിക്ക് മനസ്സിലായി ആരെയോ പേടിച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അതിനല്ല ഇപ്പോഴത്തെ ബെസ്റ്റ് ഇപ്പൊ സുമി. അയ്യോ, താങ്ക് യു. അപ്പൊ ഈ സ്കൂൾ ഫ്രണ്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോഴും നല്ല കുട്ടിക്കാലം മുതൽ കണ്ടിന്യൂ ചെയ്തു വരുന്ന ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടോ? ഒത്തിരി ഉണ്ട്. ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ പറയില്ലേ, കടല് മുമ്പിൽ കിടക്കുന്നുണ്ട് പക്ഷെ കുടിക്കാൻ വെള്ളമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അതുപോലെയാണ്. അപ്പോ പിന്നെ ഷൂട്ട് ഇല്ലാത്ത ടൈമിൽ എന്താണ് ചേച്ചിയുടെ ഹോബീസ്? എന്തൊക്കെയാണ്? ഷൂട്ട് ഇല്ലാത്ത സമയത്ത് വീട്ടിൽ നിറയെ ജോലി ഉണ്ടാവും. വീട്ടുജോലിയല്ല ഞാൻ ഉദ്ദേശിച്ചത്, വേറെ എന്താണ്? വേറെ ചുമ്മാ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു റീൽ ചെയ്യും. പാട്ട് പാടുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പൊ ഒരു പാട്ട് എന്റെ ഇപ്പൊ തൊണ്ട ശരിയല്ല, നാളെ പാട്ടുകാരും പറയുന്നതാണ് ഒരു രണ്ടില്ലേ. അപ്പൊ എന്തായാലും ചേച്ചി നല്ലൊരു സിംഗറാണ്. ചേച്ചി ഈ ഷൂട്ട് ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ റീല് ചെയ്യും, പാട്ട് പാടുന്നുള്ള കാര്യം എനിക്ക് നല്ലപോലെ അറിയാം. ലൊക്കേഷനിൽ ചേച്ചിയുടെ പാട്ട് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. നമുക്ക് ചേച്ചിയുടെ പാട്ട് കേട്ടാലോ? തുടങ്ങിക്കോ. സത്യം പറയട്ടെ, പാട്ട് പാടാൻ പറയുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. അത് ബാങ്കിൽ പോകുമ്പോൾ. പിന്നെ ഞാൻ പാട്ടും ആരും കേൾക്കില്ല എന്ന് തോന്നിയാൽ പിന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് നിന്ന് പാടുന്നുള്ളൂ. കാരണം എനിക്കറിയാം പൊട്ടത്തരം പാടിയ മോശമല്ലേ, എന്നാലും സുമി പറഞ്ഞ സ്ഥിതിക്ക് പാടിയേ പറ്റൂലേ. ഓക്കെ. ഗോപികേ നിൻ വിരൽ തുമ്പുരും നിവിതുമ്പി വീണയോ വിരഹമോ തേനഞ്ചി തേങ്ങി ഗോപികേ ആ ആ നമ്മുടെ ഓണർ വരെ വന്നു. മധുരമായ പാട്ട് കേട്ടിട്ട് ഞാൻ ലയിച്ച് നിന്നു. ഇതാരാണ് ഈ പാടുന്നത്? ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരാളെ നമ്മൾ അടിച്ചിറക്കും. നന്നായി വന്നത്, അല്ലെങ്കിൽ മുഴുവൻ പാടാൻ പറഞ്ഞിരുന്നെങ്കിലും. നമ്മുടെ ഈ പാർലറിന്റെ ഓണറാണ്, MI യൂണിസെക്സ് സലൂണിന്റെ ഓണറാണ്. പേര് മീന. നിങ്ങൾ സലൂൺ ശാസ്ത്രമംഗലത്താണ്. അപ്പൊ സന്തോഷം കേട്ടോ, നമുക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് കൂടെ കിട്ടിയാൽ വളരെയധികം സന്തോഷം. കാണാൻ പറ്റിയില്ലേ? അതെ.
മുടി കൊണ്ട് മാത്രം ഇത്രയും ഫേമസ് ആയ ഒരാൾ, അത് സലൂണിലൊക്കെ ഭയങ്കര സന്തോഷമല്ലേ. അപ്പൊ നിങ്ങൾ ഓക്കെ ചേച്ചി, അപ്പൊ നന്നായിട്ട് പാടിയില്ലേ? താങ്ക് യു. ചേച്ചിയുടെ പാട്ടിനെ പറ്റി എന്താ അഭിപ്രായം? കാണാനില്ലല്ലോ, ശരിക്കും വരണം. കാണാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അപ്പൊ എന്തായാലും സ്ഥിരമായിട്ട് നമ്മൾ ഇന്ന് ഇവിടെ വരും അല്ലേ? വർക്കിന് വരുമ്പോ ഇവിടെ തന്നെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, താങ്ക് യു. ശരി. ശരി, അപ്പൊ പാട്ടില് ഒതുക്കാന്നാണോ വിചാരിച്ചത്? ഡാൻസും ചെയ്യുമെന്നൊക്കെ എനിക്ക് അറിയാം. സുമയുടെ കൂടെ മാത്രം. അതെ, ഡാൻസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ല. ഞാൻ എന്തായാലും വിഷമിപ്പിക്കുന്നില്ല. താങ്ക് യു. സുമ എന്നെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കും, അതാണ് പേടി എനിക്ക്. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ഇഷ്ടപ്പെട്ട ഫുഡ് എല്ലാം കഴിക്കും. എല്ലാം ഇല്ല. ദൈവികമായിട്ട് ഭയങ്കര വിശ്വാസമുള്ള ആളാണെന്ന് തോന്നുന്നു. നമ്മൾ ഇടയ്ക്ക് ഷൂട്ടിനിടയ്ക്ക് പശുവിനെ അന്വേഷിച്ച് ചേച്ചി നടപ്പുണ്ടായിരുന്നു നമ്മൾ ഡബിങ്ങിന് പോയപ്പോ. അതിപ്പോഴും ഓർത്തിരിക്കണം. പിന്നെ ഞാൻ ചേച്ചി പശുവിനെ അന്വേഷിക്കുന്നത് ഇല്ല, എനിക്ക് കുറച്ച് പഴം വാങ്ങിച്ചു കൊടുക്കാനാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ ചേച്ചി കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണ് ഈ ദൈവികമായിട്ട് ഇത്രയും വിശ്വാസം വരാൻ എന്താ കാര്യം? എല്ലാവർക്കും വിശ്വാസമാണ്. അത് എല്ലാവർക്കും അത് നല്ലതല്ലേ, വിശ്വാസമല്ലേ? അതല്ല ഒരു ഇത് എന്താണ് വിശ്വാസം? ഞാൻ അതിൽ വിശ്വസിക്കും. ഞാൻ ചെറുതിലേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ അടുത്താണ് വളർന്നത്. അമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട്, ഇളയ 2 കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ അമ്മൂമ്മയുടെ അടുത്തായിരുന്നു, എൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു. അപ്പോൾ അത് കാക്കൂര് എന്ന് പറഞ്ഞ ഗ്രാമമാണ്. അപ്പോൾ അവിടെ വളരുമ്പോൾ അമ്മൂമ്മയ്ക്ക് നിറയെ പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പശുവിന് ആഹാരം കൊടുക്കുക, നമ്മൾ അത് നമ്മുടെ ധർമ്മത്തിൽ പറയുന്നുണ്ട്. അതായത് നമ്മൾ ഒരാൾക്ക് ഇപ്പോൾ ഒരു കല്യാണത്തിന് പോവുക, നമ്മൾ ചെന്ന് കഴിയുമ്പം അതിൻ്റെ ഇതാണ്. ഇതൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അറിവാണ് കേട്ടോ. എനിക്ക് എല്ലാവരും ചെയ്യണം വിശ്വസിക്കണം എന്നൊന്നല്ല, ഇതെൻ്റെ ഒരു അറിവാണ്. ഞാനതിൽ വിശ്വസിക്കുന്നു, അത്രേ ഉള്ളൂ. അതിൽ എനിക്കതിൽ ഫലം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ പൊതുവേ പറയും, നമ്മൾ ഗിഫ്റ്റായിട്ട് ഒരു 1000 രൂപയോ 500 എന്തെങ്കിലും കൊടുക്കണം. കാരണം ആ ആഹാരം ഫ്രീ ആയിട്ട് കഴിച്ചിട്ട് വന്നാൽ എന്തിനാണ് നമ്മൾ മധുരം കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഏർണിങ്സിൻ്റെ നമ്മുടെ ഒരു അംശം കൊടുക്കുമ്പം അവരുടെ പാപം നമ്മൾ എടുക്കുകയാണ്. നമുക്ക് ധ്യാനം സ്വീകരിക്കാനുള്ള ശക്തി ഇല്ലാത്തവരാണ് മനുഷ്യർ. ബ്രാഹ്മൺസ് അങ്ങനെയാണ്, അവർക്ക് അത് യാഗോ ഇതൊക്കെ ചെയ്ത് അവർക്ക് അതിനുള്ള പവറുണ്ട്. പക്ഷെ സാധാരണ മനുഷ്യരായ നമ്മൾ അതെടുക്കാനുള്ള കഴിവില്ല. പക്ഷെ നമ്മൾ എല്ലായിടത്തും പോയി ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല അടിച്ചു പൊളിച്ചിങ്ങ് പോരും. അവിടെ എന്തെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കണം എന്ന് അതുകൊണ്ടാണ് പറയണത്. നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങനെ ആഹാരം ഒരിടത്തൊന്നും കഴിക്കരുതെന്നാണ് പറയണത്. എന്തെങ്കിലും അതുപോലെ അപ്പൊ നമ്മൾ പശുവിന് നമ്മൾ ആഹാരം കൊടുക്കുമ്പം ഗോമാതാവ് നമ്മുടെ കഷ്ടങ്ങൾ അവർ ഏറ്റെടുക്കുന്ന പറയുന്നത്. നമുക്കത് അതിനുള്ള പവർ അതിനുണ്ട്. ഗോമാതാവ് എന്ന് പറഞ്ഞാൽ എല്ലാ ദൈവങ്ങളും 33 കോടി ദൈവങ്ങൾ എന്ന് പറയുന്ന എല്ലാം അതിലടങ്ങിയിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസം. അപ്പം നമ്മൾ ആ ഗോമാതയെ നമ്മൾ കൊടുക്കുമ്പോൾ, ആഹാരം കൊടുക്കുമ്പോൾ നമ്മളിലുള്ള കഷ്ടങ്ങൾ നമ്മളിൽ നിന്ന് അവർ ഏറ്റെടുക്കുന്നുള്ള കുറെ കഥകളൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അമ്മൂമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഈ ഗോസിപ്പ് കുറേ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ഫീൽഡ് ആകുമ്പം അത് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഈ നമ്മുടെ റീൽസ് ആയാലും നമ്മളിരുന്ന് അപ്ലോഡ് ചെയ്യുന്ന ഓരോന്നിലും താഴെ വന്ന് ബാഡ് കമന്റ്സുകൾ പറയുന്നവരുണ്ടാവും. ഈ ഗോസിപ്പിനെ കുറിച്ചും ബാഡ് കമന്റ്സ് പറയുന്നവരെ കുറിച്ചും ചേച്ചിക്ക് എന്താണ് അവരെ കുറിച്ച് പറയാനോ? അങ്ങനെ ബാഡ് കമന്റ്സും ഗോസിപ്പിനെ കുറിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫാമിലി തന്നെയാന്ന് തോന്നുന്നു. കാരണം എൻ്റെ അനിയൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങള് സ്വന്തക്കാരാരാണെന്ന് അപ്പോഴാണ് അറിഞ്ഞത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ ആൾക്കാരെ തിരിച്ചറിയണത് തന്നെ. അപ്പം ലൈഫിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയൊക്കെ വരണ, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥ ഒക്കെ വന്ന ആൾക്കാരാണ്. അപ്പം അന്ന് തൊട്ടേ ഇങ്ങനെ അനിയൻ്റെ കുറിച്ചും അങ്ങനെയുള്ളവരൊക്കെ ഇതൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ കരയുമായിരുന്നു, നമുക്ക് വിഷമായിരുന്നു. പക്ഷെ അതിപ്പോ ശീലായി. ഇപ്പൊ നെഗറ്റീവ് എന്തെങ്കിലും ഇട്ടാലേ അവർ വൈറലാവുള്ളൂ എന്നുള്ള അവസ്ഥയായി മാറി ഇപ്പൊ. അപ്പൊ ചിലർ അതിന് വേണ്ടി പ്രയത്നിക്കുന്നതായിട്ട് തോന്നുന്നു. നമ്മളല്ലാണ്ട് തന്നെ എൻ്റെ അമ്മയെ പൊങ്കാലയിട്ടതിനൊക്കെ കളിയാക്കിയിട്ടുണ്ട് ഒത്തിരി. അങ്ങനെ നമ്മുടെ ഫാമിലി മൊത്തത്തിൽ ഇങ്ങനെ കളിയാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ കാണാറുണ്ട്. ആദ്യമൊക്കെ വിഷമം തോന്നാറുണ്ട്. നമ്മൾ എത്രയാണ് നമ്മുടെ അമ്മയെ പറഞ്ഞ് നമുക്ക് ആർക്കായാലും വിഷമം കരയും. ഇപ്പോഴും എന്തെങ്കിലും വന്നാൽ ഞാൻ കരയും, അതല്ലേ നമുക്ക് പറ്റൂ. ഓക്കെ, അപ്പൊ ബ്യൂട്ടി ടിപ്സുകൾ എന്തൊക്കെയാണ് ചേച്ചിയുടെ? ഈ ഒരു സൗന്ദര്യമൊക്കെ ചിലപ്പോ കരച്ചിലായിരിക്കും. പറ്റി നമ്മൾ അറിഞ്ഞു, കരഞ്ഞ് കണ്ണൊക്കെ നല്ല ക്ലീൻ ആക്കും. അതാണോ? അല്ല, ഞാൻ പറയാറുണ്ട് കണ്ണീര് ശരിക്കും നമുക്കൊരു നല്ലതാണ്.
നല്ലതാണ്. പിന്നെ ഇടയ്ക്ക് കണ്ണീരൊക്കെ വരണം. എല്ലാരും പറയും കരയേണ്ട, കണ്ണുനീര് വേണ്ടെന്നാണ് വേണം വേണം, ചിരിക്കണം. അത് കൂടുതലാവരുത് തന്നെ. നമ്മളുടെ വിഷമങ്ങൾ ഉള്ളിലുള്ളത് ഇരിക്കുമ്പോഴാണല്ലോ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും, വിങ്ങി പൊട്ടി വരണത്. അത് അകത്തിരുന്നാൽ നമുക്ക് വേറെ വല്ല അസുഖം, മണ്ടേ കയറി വല്ല അസുഖം, അത് കണ്ണിൽ കൂടെ പുറത്തേക്ക് പൊക്കോട്ടെ, അതാണ് നല്ലത്. അപ്പൊ ഷോപ്പിംഗ് ഒക്കെ ഈ ജ്വല്ലറീസും കോസ്റ്റ്യൂം ഒക്കെ ഷൂട്ടിനുള്ളത് ഇവിടെ നിന്നാണോ ഷോപ്പ് ചെയ്യുന്നത്, ബാംഗ്ലൂരിൽ നിന്നാണോ ഷോപ്പ് ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ പിള്ളേരും എൻ്റെ ഭർത്താവൊക്കെ കളിയാക്കും, നിനക്ക് ഈ കുതിരയില്ലേ, കുതിരയ്ക്ക് വെച്ച് തരണം, അല്ലെങ്കിൽ ഈ സാധനം വെച്ച് തരണം, കാരണം ഇങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, നേരെ നടന്നോടണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കി എന്തെങ്കിലും കണ്ടാൽ അത് മേടിക്കും, ഇങ്ങോട്ട് നോക്കിയാൽ അത് കണ്ടാൽ ഇഷ്ടമായാൽ അതും മേടിക്കും. അങ്ങനെയൊന്നുമില്ല, എവിടെയാ കാണുന്നത് ഇഷ്ടമായാൽ നമ്മൾ അങ്ങ് മേടിക്കും, അങ്ങനെയാണ്. അല്ലാണ്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് മേടിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും ഇഷ്ടമാവില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ജ്വല്ലറീസ് ഒക്കെ ഇഷ്ടമാണോ? ഗോൾഡ് ഭയങ്കര ഇഷ്ടമാണ്. പൊട്ട്, കമ്മല്, ഗോൾഡ് അങ്ങനെ വലിയ താല്പര്യമൊന്നും തോന്നാറില്ല കേട്ടോ. അങ്ങനെ അങ്ങനെ ഒന്നുമില്ല. ഞാൻ അങ്ങനെ പെങ്കൊച്ചുള്ളതുകൊണ്ട് അത്യാവശ്യത്തിന് മേടിച്ചു കൂട്ടാറുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. ചേച്ചി, അപ്പോൾ ഈ അനിയന്റെ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇപ്പൊ എന്താണ് അനിയൻ എന്താ ചെയ്യുന്നത്, ഇപ്പൊ എവിടെയാണ്, എന്തൊക്കെയാണ് അനിയനെ പറ്റി കുറച്ച് പറയും, കേക്കട്ടെ. അനിയൻ ഇപ്പോൾ നമ്മുടെ സ്റ്റാർ സ്പോർട്സിൻ്റെ വേൾഡ് കപ്പിൻ്റെ എക്സ്പേർട്ട് കമൻറ്റേറ്റർ ആയിരുന്നു. അപ്പം വലിയ സന്തോഷമുണ്ട്. അവന് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ, മോന് ഏറ്റവും ഇഷ്ടം ഗോപു നാട്ടോ വീട്ടിൽ വിളിക്കണത്, അതുകൊണ്ടാണ് ഗോപു എന്നാ വരുമല്ലോ വായിൽ. ശ്രീശാന്ത് ആക്ച്വലി പണ്ടൊക്കെ ഞാനിപ്പോൾ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ ഞാൻ പറയും, നിനക്ക് എന്നെ അറിയാടാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അറിയാം, എനിക്ക് ബോൾ അറിയാൻ ചേച്ചി, അങ്ങനെ പറയുള്ളൂ. ഇതൊന്നും എനിക്കറിയില്ല. എത്ര വയസ്സ് മുതൽ തുടങ്ങി നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഇത് ക്രിക്കറ്റിലെല്ലാം അവസാനിക്കുമോ എന്നുള്ളത്? അത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതിലേ മുതൽ ഇങ്ങനെ പേരക്കയിൽ ഇങ്ങനെ റബ്ബർ ചുറ്റി അല്ലെങ്കിൽ റബ്ബർ പാൽ വെച്ചിട്ട്, എന്നിട്ട് നമ്മൾ ഈ പണ്ടൊന്നും ബാറ്റൊന്നുമില്ല, അപ്പം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അനിയന്. എന്നിട്ട് മടക്കല വെച്ചിട്ട് ബാറ്റ് ഉണ്ടാക്കി കൊടുക്കും, അത് ഒടിഞ്ഞു പോകും. അപ്പോൾ നമ്മളെടുത്ത് വഴക്കുണ്ടാക്കും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അന്ന് ബാറ്റ് ചെയ്യാനായിരുന്നു, പക്ഷെ നമ്മളെ കൊണ്ടാണ് ബോൾ എറിയിപ്പിക്കുക. അപ്പം നമുക്ക് ബോറടിക്കും കുറച്ചു നേരം കഴിയുമ്പോൾ. ഇത് ചെറുതല്ലേ, എന്നാലും അവന് വേണ്ടി നമ്മൾ അനിയത്തിയും ഒക്കെ. അപ്പം ചേട്ടൻ നല്ലപോലെ ക്രിക്കറ്റിലൊക്കെ ഉണ്ടായിരുന്നു. കോളേജിൽ ഒരു പ്രാവശ്യം കോളേജിൽ ഇപ്പോൾ ചെല്ലുമ്പോൾ MA കോളേജിൽ കോതമംഗലത്തായിരുന്നു ചേട്ടൻ പഠിച്ചത്. അപ്പോൾ ചേട്ടൻ അവിടുത്തെ ക്യാപ്റ്റനൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ അവിടെ എല്ലാവരും ഇങ്ങനെ cheer ചെയ്യണു, ലേഡീസൊക്കെ, പെൺകുട്ടികളൊക്കെ. അപ്പോൾ അവന് അത് ശരി, അപ്പം ക്രിക്കറ്റ് കളിച്ച എല്ലാവരും അങ്ങനെ അപ്പോൾ ചുമ്മാ തമാശക്ക് ഇങ്ങനെ പറയും. അതെല്ലാവരും cheer ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളത് അവൻ്റെ ഉള്ളിൽ അങ്ങനെ കയറി തോന്നുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും ചേട്ടൻ ഇങ്ങനെ ക്രിക്കറ്റിന്റെ കമന്ററി വയ്ക്കുമായിരുന്നു. അപ്പൊ സുനിൽ ഗവാസ്കർ 6 അടിച്ചു പറയുമ്പോൾ ചേട്ടൻ അവിടെ കിടന്ന് ചവിട്ടു ചൊല്ലി, ഞങ്ങളൊക്കെ എങ്ങനെയായിരുന്നു. അപ്പൊ അമ്മ ഇങ്ങനെ കളിയാക്കും, അമ്മ ഗോൾ അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് ഫുട്ബോൾ ആയിരുന്നല്ലോ അന്നൊക്കെ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ അങ്ങനെയൊക്കെ ചേട്ടനാണ്. അപ്പൊ നമ്മളെയൊക്കെ ഇങ്ങനെ പറമ്പിലൊക്കെ കളിക്കാൻ പോയി നിൽക്കും. നമ്മളെ കളിക്കാൻ നിർത്തുമ്പോൾ തറവാടിലാണ് കളിക്കുക. അപ്പൊ വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞാൽ തറവാട്ടിൽ. പ്രായം ഉണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ കല്യാണം കഴിച്ചു പോയത് 12th കഴിഞ്ഞപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞു. അപ്പം മോൻ 7ൽ നിന്ന് 8ലേക്ക് ജയിച്ചു ശ്രീ. അത്രേ ഉള്ളൂ. അപ്പം ആ 7th വെക്കേഷന് എൻ്റെ കൂടെ ബാംഗ്ലൂർക്ക് വന്നു, വിഷു കഴിഞ്ഞ്. അത് കഴിഞ്ഞ് അവൻ തിരിച്ചു പോന്നില്ല, അവൻ എൻ്റെ കൂടെ തന്നെ നിന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പൊ പറഞ്ഞു ഞാൻ ഇവിടെ നിന്നോളാം ചേച്ചിയുടെ അടുത്തെന്ന് പറഞ്ഞു. ചേച്ചി അപ്പൊ കൂടെ. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നിനക്ക് പോകണ്ടേ തിരിച്ചു? അപ്പൊ വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് സന്തോഷമായി, കാരണം ഞാനും ചെറുപ്പല്ലേ. ഇപ്പോ എറണാകുളത്തുണ്ട്. ഫാമിലിയോടെ തന്നെ. എടപ്പിള്ളുണ്ട്, 2 കുട്ടികളുണ്ട്, ഭുവനേശ്വരി, ശ്രീ സാൻവിക. ഇല്ല, ക്രിക്കറ്റ് തന്നെ ഇതൊക്കെ തന്നെയുണ്ട്. പിന്നെ ബിസിനസ് ഇപ്പൊ ഒരു ക്രിക്കറ്റ് അക്കാഡമി തുടങ്ങാൻ നോക്കുന്നുണ്ടെന്ന് പറയണ കേട്ടു. അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടല്ലോ, മറ്റേ ലെജൻഡ്സ് ലീഗ് ക്രിക്കറ്റ്, അങ്ങനെയുള്ള പല ക്രിക്കറ്റുകളും കളിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. അത് അങ്ങനെ പോകുന്നു. അപ്പൊ ഇപ്പൊ സിനിമകളും ചെയ്യുന്നുണ്ട്. അപ്പൊ ചേച്ചി ഇപ്പൊ കുറെ നാൾ മുന്നേ സിനിമകൾ ചെയ്തു എന്ന് പറഞ്ഞു. ഏതൊക്കെ
മെയിൻ ആർട്ടിസ്റ്റുകളുടെ കൂടെ ആക്ടറിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് 3 എണ്ണം. 3 എണ്ണം. ഓക്കെ. മമ്മൂക്കയുടെ കൂടെ ചെയ്തിട്ടുണ്ട് 3 എണ്ണം. ദിലീപേട്ടന്റെ കൂടെയും ചെയ്തിട്ടുണ്ട് ഒരു 3 എണ്ണം. ഓ അത് ശരി. എല്ലാം 3 കണക്കെന്താ എന്താന്ന് എനിക്ക് അറിഞ്ഞൂടെ. എല്ലാവരുടെയും കൂടെ ഒരു 3 എണ്ണം ചെയ്തിട്ട്. പക്ഷെ ഞാൻ ഏറ്റവും എനിക്ക് കൂടുതൽ പരിചയം എന്ന് പറഞ്ഞാൽ എൻ്റെ കോളേജിലെ സീനിയർ ആയിരുന്നു ജയറാമേട്ടന്റെ പെങ്ങള് മഞ്ജുള ചേച്ചി. മഞ്ജുള ചേച്ചിയുടെ കൂടെ ഞാൻ വീട്ടിലൊക്കെ പോവായിരുന്നു. നല്ല പട്ടന്മാരുടെ സാമ്പാറിന് നല്ല രുചിയാണ്. ആൻറ്റി നന്നായിട്ട് സാമ്പാർ ഉണ്ടാക്കും. അപ്പൊ ആ സാമ്പാറൊക്കെ കൂട്ടി ആഹാരമൊക്കെ കഴിച്ചപ്പോ ജയറാമേട്ടന് പരിചയമുണ്ട്. പക്ഷെ ജയറാമേട്ടനെ കണ്ടിട്ടില്ല. ഞാൻ ഇന്നവരെ ജയറാമേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. കണ്ടിട്ടുണ്ടോ? പിന്നെ കണ്ടിട്ടുണ്ട്, പിന്നെ കണ്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ വർക്ക് ചെയ്തിട്ടില്ല. ബാക്കി എല്ലാവരുടെയും കൂടെ ഞാൻ വർക്ക് ചെയ്തു. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിനിമ എന്ന് പറയുന്നത് വേറൊരു സ്റ്റൈലാണ്. പുതിയ ആർട്ടിസ്റ്റുകളാണ്, എല്ലാം പുതുമുഖങ്ങളാണ്, കൊച്ചു കൊച്ചു പിള്ളേരും. പണ്ടത്തെ ആർട്ടിസ്റ്റ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ പണ്ട് കാലത്തിലുള്ള ആ സിനിമയും ഇപ്പോഴത്തെ സിനിമയും തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരുപാടുണ്ട്. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ഇൻഡസ്ട്രിയെക്കുറിച്ച്, സിനിമയെക്കുറിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനിമകളിൽ ഞാനിപ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നല്ലോ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. സിനിമകൾ ഞാൻ ചെയ്തില്ല. സീരിയലിൽ മാത്രമേ ഇപ്പം ഞാൻ ചെയ്തുള്ളൂ. സിനിമ നല്ല വർക്ക് കിട്ടിയാൽ മാത്രം ചെയ്യാന്നുള്ള. കാരണം പണ്ടൊക്കെ എൻ്റെ കൂടെ അച്ഛനുണ്ടായിരുന്നു വരാനൊക്കെ ആയിട്ട്. ഇപ്പം ആരും ഇല്ല കൂടെ വരാൻ. തനിയെ പോകാനുള്ള ഒരു മടിയുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് വർക്ക്, നമ്മൾ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നല്ല ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ട്. സിനിമകൾ എന്താണ് ഈ രണ്ടും തമ്മിലുള്ളൊരു വ്യത്യാസം? ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാം അടിച്ചുപൊളി പിള്ളേരല്ലേ. അപ്പൊ അതിൻ്റെതായ വ്യത്യാസം അതിനുണ്ട് താനും. ഈ സിനിമയും സീരിയലും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ ചേച്ചിക്ക് ഈ സിനിമ ചെയ്തപ്പോഴും ഈ സീരിയൽ ഇപ്പൊ ചെയ്യുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം എന്താ? ടെക്നിക്കലി വ്യത്യാസം ഉണ്ടെന്നായിരിക്കും. പക്ഷെ ആർട്ടിസ്റ്റിനെല്ലാം സ്വന്തം മക്കള് തന്നെയാണ്. എനിക്ക് ഒന്നുമില്ല എന്നാ എനിക്ക് തോന്നണേ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയ വർക്ക് ചെയ്യണം. പിന്നെ സീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാൻ കിട്ടും. ലേഡീസിന് നമുക്ക് പെർഫോം ചെയ്യാനുണ്ട്. പക്ഷെ സിനിമ ആകുമ്പം ജെൻസ് ഓറിയന്റഡ് ആണ് അല്ലേ. അപ്പൊ അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിരിക്കും. നമുക്ക് അധികം ഒന്നും ചെയ്യാനുണ്ടാവില്ല. പക്ഷെ നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ കംഫർട്ട് വ്യത്യാസമുണ്ട്. അതിപ്പം സീരിയലിൽ തന്നെ പല ഡയറക്ടേഴ്സിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോഴും നമുക്ക് വ്യത്യാസമില്ല, നോക്കറിയാം. കാരണം ചില ഡയറക്ടേഴ്സിന്റെ അടുത്ത് നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ചില ഡയറക്ടേഴ്സ് പറഞ്ഞ പോലെ തന്നെ ചെയ്യണം. ചിലവർ നമ്മളെ ഫ്രീ ആയിട്ട് വിടും. സോ അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം എല്ലാം നല്ലതാണ്, ഒരു പഠനമാണ്. അപ്പൊ അനിയൻ ചേച്ചിയുടെ കൂടെയാണെന്ന് ചേച്ചി പറഞ്ഞായിരുന്നു, കൂടെ നിന്നു എന്നൊക്കെ. അപ്പൊ അനിയന്റെ എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും ഇടപെടാറുണ്ടോ? അന്നൊക്കെ എല്ലാത്തിലും ഇടപെടുമായിരുന്നു. വളരെ പഞ്ച്വലായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. അന്നും ഡിറ്റർമിനേഷൻ ഭയങ്കരമായിരുന്നു. ഒത്തിരി ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ നിന്നും പഠിക്കാൻ ഇതിനാണെങ്കിൽ പോലും നമ്മൾ കണ്ടുപിടിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. തോറ്റു കൊടുക്കുന്ന ഒരു സ്വഭാവക്കാരനല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫൈറ്റിംഗ് ഒരു മെന്റാലിറ്റി ഉള്ളത് കൊണ്ടാണ് ഇവിടം വരെ എത്തിയെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവിധ ഹെൽപ്പും ചെയ്തത് ആരാ? ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവാവുന്ന വിധത്തിൽ അന്നാർക്കെങ്കിലും തന്നാലായത്. നമ്മളെ അവിടെ എൻ്റെ കൂടെ പഠിക്കാൻ വന്നു നിന്നപ്പോൾ ഞാനവിടെ ജയപ്രകാശ് എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ അമ്പയർ ഉണ്ട്, അദ്ദേഹത്തിന്റെ സ്കൂളിൽ ക്രിക്കറ്റ് അക്കാഡമിയിൽ കൊണ്ട് ചേർത്തു. ആദ്യമായിട്ട് ഒരു ബാറ്റ് മേടിച്ചു കൊടുത്തു. ആ ബാറ്റ് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണമുണ്ട്. എനിക്കറിയില്ലായിരുന്നു എന്ത് ക്രിക്കറ്റ് ബാറ്റ്. അപ്പൊ ഞാൻ അവിടെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ മഹാറാണി ലക്ഷ്മിമണി കോളേജ്, അവിടെ മല്ലേശ്വരം 18th ക്രോസിൽ കല്യാണം കഴിഞ്ഞും പഠിക്കണ്ടായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞ് ക്രിക്കറ്റിന്റെ ബാറ്റ് വേണം. എനിക്കറിയില്ല. ഞാനവിടെ 18th ക്രോസിൽ ഇങ്ങനെ നടന്നപ്പോ ബിന്നി സിൽക്ക് എന്ന് പറഞ്ഞൊരു ഒരു കടയുണ്ട്. അതിന്റെ മുമ്പിലേക്ക് ഇങ്ങനെ ക്രിക്കറ്റ് ബാറ്റൊക്കെ വെച്ചില്ലേ, അതിനകത്ത് ഒരു ക്രിക്കറ്റ് ബാറ്റും മേടിച്ചു, ഒരു ബോളൊക്കെ മേടിച്ച് ഞാൻ വലിയ സന്തോഷത്തോടു കൂടി ഉണ്ടായിരുന്നു. നാളെ പോയിട്ട് നീ കളിക്കാൻ പൊക്കോ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുകൊടുത്തു. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു ഇതല്ല കേട്ടോ, ഇങ്ങനെയല്ല, അങ്ങനെയാണ് ഇംഗ്ലീഷില്ല, മറ്റേത് മറിച്ച് ക്രിക്കറ്റ് ബാറ്റിനെ കുറിച്ച് അന്നാണ് അവരുടെ വീട്ടിൽ. എന്നിട്ട് പിന്നെ പോയി കദംബ സ്റ്റോഴ്സ് അങ്ങനെ പറഞ്ഞിട്ട് ഇത് തന്നു. അവിടെ പോയി ക്രിക്കറ്റ് ഫുള്ള് കിറ്റൊക്കെ മേടിച്ച് കൊടുത്തു. പക്ഷെ ഈ ക്രിക്കറ്റ് ബാറ്റാണല്ലോ ആദ്യം കിട്ടിയത്. അത് ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതല്ലേ. ഓക്കെ. അപ്പൊ ഇപ്പൊ ചേച്ചി ചെയ്യുന്നത് 4 സീരിയൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്താണ് വേറെ വിശേഷങ്ങൾ? സീരിയലിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? പുതിയ വിശേഷങ്ങൾ എന്തെങ്കിലും? ഇനി ഫ്യൂച്ചറിൽ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വേറെ എന്തെങ്കിലും ജോബോ? ഇപ്പൊ സീരിയൽ എപ്പോഴും നമുക്ക് ഉണ്ടാവത്തില്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ജോലിപരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡും ഞാൻ ഒരു കമ്പനിയുടെ
ഒരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ ഡയറക്ടറാണ്. ഓക്കെ, അടിപൊളി. എല്ലാം ഒഴിച്ചു കള്ളി. മിനോറിയ എന്നാണ് അതിന്റെ പേര്. അതങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഓക്കെ, അപ്പം എന്തായാലും ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. എന്റെ ഓഡിയൻസിനോട് എന്താ പറയാനുള്ളത്? എന്നും എന്നെയും എൻ്റെ ഫാമിലിയും സപ്പോർട്ട് ചെയ്തപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം. പിന്നെ എൻ്റെ സുമിക്കുട്ടി നല്ലൊരു ഭാവമാണ്. എന്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. തീർച്ചയായിട്ടും സുമിയുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ചാനലിന്റെ പേരെന്താ? അത് സുമി എന്നെ പറയാം, അറിയില്ല. സുമി ആഷിക് തോട്ട്സ് ഓഫ് ദി ഡേ. ഇത് പറയത്തിരി പോലും. ഓക്കെ, എനിവേ അപ്പൊ എല്ലാവരും എപ്പിസോഡ് കാണുക നിവി ചേച്ചിയുടെ. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പാർലറിൽ എല്ലാവരും ഉറപ്പായിട്ടും വരണം. റോഡ് സൈഡ് തന്നെയാണ്. എല്ലാവിധ ട്രീറ്റ്മെന്റ് എല്ലാവിധ ഇതില്ലേ, എല്ലാ സംഭവങ്ങളും എന്റെ കയ്യിൽ പോയി. ഓക്കെ, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ബൈ.